ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെറിയ ഒരു വാഷ് ബേസിനാണ്. ആ വാഷ് ബേസിൻ്റെ കൂടെ തന്നെ പെഡസ്റ്റൽ കൂടി വരുന്ന സിസ്റ്റമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് പറഞ്ഞുതരാം. 16 ഇഞ്ചേ വരുന്നുള്ളൂ. ഇത് ബാത്തക്സ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. 16 ഇഞ്ച്, അതായത് സാധാരണ നമ്മൾ കോമൺ യൂസ് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞത് 18 ഇഞ്ച് അല്ലെങ്കിൽ പിന്നെ 20 ഇഞ്ച് 22 ഇഞ്ച്, ഇതാണ് സാധാരണ വന്ന സ്റ്റാൻഡേർഡ് വരുന്നത്. 18 ഇഞ്ചിങ്ങനെ സാധാരണ നമ്മുടെ ചെറിയൊരു ഏരിയയിൽ, എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ ഏരിയയാണ് നമ്മുടെ ബാത്റൂമിലുള്ളത് എങ്കിൽ 16 ഇഞ്ചിൻ്റെ വാഷ് ബേസിൻ നമുക്ക് വയ്ക്കാം. പക്ഷേ ഇതിന് ചെറിയൊരു ഡ്രോബാക്സ് കൂടിയുണ്ട്. അത് ഞാൻ ജസ്റ്റ് പറയാം. നമ്മൾ കഴുകുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള വെള്ളം പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസസും കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി അറിഞ്ഞിരിക്കണം. കാരണം 16 ഇഞ്ച് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഏരിയ ആണെങ്കിൽ മാത്രം നമുക്കത് സെലക്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ജസ്റ്റ് ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചെറിയ വാഷ് ബേസിനാണ്, എന്നാൽ നീറ്റാണ്. അതിൻ്റെ പെഡസ്റ്റലും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. പെഡസ്റ്റൽ സ്ക്വയർ ടൈപ്പാണ് വരുന്നത്. അതിൻ്റെ ചെറിയ ഒരു ഏരിയ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. എന്നാൽ നീറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് 34 ഇഞ്ചാണ് ഇതിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അതായത് വാഷ് ബേസിൻ്റെ ടോപ്പ് വരുന്നത് 34 ഇഞ്ചാണ് വരുന്നത്. അതിൽ നിന്നും താഴേക്ക്, അതായത് നമ്മൾ അതിൻ്റെ വേസ്റ്റ് സ്റ്റേപ്പിളിങ് കാര്യങ്ങളൊക്കെ കാണാതെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെഡസ്റ്റൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് മെയിനായിട്ട് വരുന്നത് എക്സോസ്റ്റ്, മിറർ ലാമ്പ്, പിന്നെ ഹീറ്ററിന് കൊടുക്കാം. പിന്നെ ഒരു പ്ലഗ് സ്വിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വാഷ് ബേസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലഗ് സ്വിച്ച് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഷേവിങ് കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിൻ്റെ അകത്ത് ഒരു പ്ലഗ് സ്വിച്ച് നനയാത്ത രീതിയിൽ ഇങ്ങേ അറ്റത്തേക്ക് മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ഹീറ്ററിൻ്റെ ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്കത് ഡമ്മിയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും അതിൻ്റെ ടാപ്പ് യൂസ് ചെയ്തിരിക്കുന്നതും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ അടിവശം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ വാഷ് ബേസിനുണ്ടോ, ഈ പെഡസ്റ്റലിൻ്റെ അടിവശം ഫ്രീ ആണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കൈയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പെഡസ്റ്റൽ അഴിക്കേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ പെഡസ്റ്റൽ നമ്മൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കവറിങ് രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ താഴെ നമുക്ക് അഴിക്കാനും പറ്റും. പിന്നെ ഈ സൈഡിൽ 2 സ്ക്രൂകൾ വഴിയായിട്ടാണ് നെറ്റ് ബോൾട്ട് ഉണ്ട്. ആ സ്ക്രൂകൾ വഴിയായിട്ടാണ് നമ്മൾ പെഡസ്റ്റൽ ഉറപ്പിച്ചിരിക്കുന്നത്. സ്ക്രൂവിൽ നിൽക്കാവുന്ന വെയിറ്റ് ഈ പെഡസ്റ്റലിനും ഉള്ളൂ. അതല്ലാതെ വെയിറ്റ് കൂടിയ പെഡസ്റ്റലൊക്കെയാണ് നമ്മൾ ബോൾട്ട് സെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ ബാത്റൂമിൽ ഒരു 16 ഇഞ്ചിൻ്റെ വാഷ് ബേസിൻ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നും ഏകദേശം അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.